الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى من اتبع الهدى إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനപ്പെട്ട കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഈ വർഷത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജംഷീദ് ഒളകര, ബഹുമാന്യ വിശിഷ്ടാതിഥി ഹവ്വ ഫാത്തിമ, സമാദരണീയനായ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് സാർ, ബഹുമാന്യരായ PTA ഭാരവാഹികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സർവശക്തനായ സ്രഷ്ടാവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ മക്കൾ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് കണ്ടറിഞ്ഞനുഭവിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടി നേരത്തെ നാം നിശ്ചയിച്ചിട്ടുള്ള സുദിനമാണ് വന്നടഞ്ഞിട്ടുള്ളത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് വർദ്ധിച്ച പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ഈ ഒരു ദിവസം നടക്കുന്ന കലാപ്രകടനത്തിനു മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കലാകായിക മേഖലയിലുള്ള കഴിവുകൾ കണ്ടെത്തി മനസ്സിലാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ഇവിടെ റിപ്പോർട്ടിങ്ങിൽ അനാവരണം ചെയ്യപ്പെട്ടതുപോലെ നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. പ്രിൻസിപ്പലിൻ്റെയും സഹാധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ലഭിക്കുന്നത് കൊണ്ടാണ് ഓരോ പ്രോഗ്രാമും കൃത്യമായി ഭംഗിയോടുകൂടി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പാഠ്യപ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തൻ്റെ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ സമർത്ഥമായി കുഞ്ഞുങ്ങളെ മികവിലെത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നാം നടത്തി വരുന്നുണ്ട്. തീർച്ചയായും പാഠ്യമേഖലയിലാകട്ടെ, പാഠ്യേതര പ്രവർത്തനത്തിൻ്റെ മേഖലയിലാകട്ടെ, നാം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പദ്ധതികൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സാമ്പത്തികമായ പിന്തുണ വളരെ അനിവാര്യമാണ്. ഇക്കഴിഞ്ഞ വർഷത്തിൽ നാം മനസ്സിലാക്കിയതുപോലെ സയൻസ് ലാബ്, ലാംഗ്വേജ് ലാബ്, നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി എന്നിവയെല്ലാം നാം പൂർത്തീകരിച്ചു. ഈ അധ്യയന വർഷത്തിൽ കുട്ടികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമതയിലെത്തിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ മുടക്കി പുതിയൊരു ബസ് കൂടി നാം വാങ്ങിയിട്ടുണ്ട്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി 13 ലക്ഷത്തോളം രൂപ മുടക്കി
ജനറേറ്ററിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു. ബിൽഡിങ്ങിൻ്റെ ഉപരിഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി, കയറിപ്പോകുന്നതിന് വേണ്ടി ലിഫ്റ്റിൻ്റെ പ്രവർത്തനം, ഏകദേശം 13 ലക്ഷം രൂപ വിലമതിക്കുന്ന ലിഫ്റ്റിൻ്റെ പ്രവർത്തനം അടുത്ത ദിവസങ്ങളിൽ തുടങ്ങാനിരിക്കുന്നു. ആധുനികമായ സൗകര്യങ്ങളോടുകൂടി 30 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സ്റ്റുഡിയോയുടെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുകയാണ്. 90% വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ കീഴിലാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ വിഭിന്നങ്ങളായ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ വിദ്യാലയം ഏറ്റവും മികവിലെത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള, അനുഗുണമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നാം നടപ്പിലാക്കി വരുന്നത്. തിരക്കുപിടിച്ച സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം കഠിനമായി നാം എത്തിക്കാനുള്ള കാരണം ഉത്തരവാദിത്വമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം എന്നതു മാത്രമാണ്. തൻ്റെ അറിവ്, തൻ്റെ കഴിവ് സ്വന്തത്തിന് മാത്രമല്ല, സ്വകുടുംബത്തിന് മാത്രമല്ല, സമുദായത്തിന് മാത്രമല്ല, സമകാലിക സമൂഹത്തിന് മാത്രമല്ല, നാളെയുടെ തലമുറക്കും ഉപകരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഭൗതിക വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതോടൊപ്പം ധാർമ്മികമായ പരിരക്ഷ നൽകുന്നതിനും നാം കൃത്യമായി ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ധാർമ്മികമായ അധ്യാപനങ്ങൾ നാം പഠിപ്പിച്ചു വരുന്നുണ്ട്. ഏതൊരു കുട്ടിയും തൻ്റെ അധ്വാനത്തിലൂടെ, പ്രയത്നത്തിലൂടെ, രക്ഷിതാക്കളുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ പിന്തുണയോടെ ഏറ്റവും ഉയരങ്ങൾ കീഴടക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ മനസ്സ് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണം. സൃഷ്ടികളോടുള്ള കടപ്പാടും അവൻ നിർവഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിനു വേണ്ടി സാമൂഹ്യ സേവനത്തിൻ്റെ മേഖലയും നാം അവർക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിന് നമ്മുടെ കുട്ടികൾ നൽകി. ഈ വർഷവും ഒരു വീട് ഏറ്റെടുത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും തങ്ങൾ വളരണം, വികസിക്കണം എന്നാഗ്രഹിക്കുന്നത് പോലെ തങ്ങളുടെ സമൂഹത്തിനും അഭ്യുന്നതിയുണ്ടാകണം എന്ന ചിന്ത നമ്മുടെ കുട്ടികൾക്കുണ്ടായിത്തീരണമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഈ ചിന്ത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വന്തത്തെ സംബന്ധിച്ച് മാത്രമേ ഇന്ന് ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നൊരു കവി പറഞ്ഞതുപോലെ സ്വന്തം ലോകത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇന്ന് ചിന്തിക്കുന്നത്. എൻ്റെ ലോകം സുന്ദരമാകണം, സൗഭാഗ്യസമ്പന്നമാകണം, അവിടെ അല്ലലുകൾ ഉണ്ടാകാൻ പാടില്ല, അലട്ടലുകൾ ഉണ്ടാകാൻ പാടില്ല, വേദനകൾ ഉണ്ടാകാൻ പാടില്ല, നൊമ്പരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, സൗഭാഗ്യ സമ്പന്നമാകണമെന്നതാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. എനിക്ക് സുഖം ലഭിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും സുഖം ലഭിക്കണമെന്നുള്ള ചിന്ത ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കുണ്ടൊരു രോഗം, നിനക്കുണ്ടൊരു രോഗം, നമുക്കുണ്ടൊരു രോഗം. എന്താണ് ആ രോഗമെന്ന് ചോദിച്ചാൽ അതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. സങ്കുചിതമായ സ്വാർത്ഥതയാണെന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ അമ്മയും, ഞാനും എൻ്റെ അച്ഛനും, ഞാനും എൻ്റെ ഏട്ടനും, ഞാനും എൻ്റെ ഏച്ചിയും, ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ മക്കളും എൻ്റെ ലോകമെന്ന് ഇന്നലെയുടെ കവി പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പുരോഗമിച്ചപ്പോൾ ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ലോകമെന്ന് തിരുത്തിപ്പാടി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രോഗം എന്ന് ചൊല്ലി.
ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഞാനുമൻ സൗഖ്യവും എൻ്റെ ലോകം എന്നതാണ്. ആ സൗഖ്യത്തിന് മുമ്പിൽ ആരെല്ലാം തടസ്സം നിൽക്കുന്നുണ്ടോ അവരെ എല്ലാം വകവരുത്തുവാൻ എനിക്ക് മടിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒന്നായി വരട്ടെ മാനസം, നമുക്കൊന്നായി വരട്ടെ അനുഗ്രഹം, നന്നായിടട്ടെ ഭാവി നമ്മുടെ ശുഭമായിടട്ടെ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സജീവമായ യജ്ഞത്തിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ ഇനിയും ആവശ്യമാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർദ്ദേശിക്കുന്നതിനനുസരിച്ചും അടുത്ത വർഷം രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതുപോലെ ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പും PTA കമ്മിറ്റിയുടെ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചതുപോലെ അടുത്ത അധ്യയന വർഷം മുതൽ pre-KG നമ്മുടെ വിദ്യാലയത്തിൽ തുടങ്ങുവാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി നിങ്ങൾ ആ പ്രഖ്യാപനം ഏറ്റെടുക്കുകയും കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടും സർവശക്തനോട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കും വിരാമം കുറിക്കുന്നു. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.